നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അതാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അതാണ് എന്താണെന്ന് നോക്കാം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ വേറൊരു പേരിൽ കൂടി സാധാരണ അറിയപ്പെടുന്നത് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയും. ഓക്കെ, ലീനിയർ ഇക്വേഷൻസ്. അപ്പം ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇക്വേഷനിൽ ഹയസ്റ്റ് പവർ 1 ആവുക. എക്സ് ആണെങ്കിൽ അതിൻ്റെ പവർ 1, വൈ ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ 1. അങ്ങനെ പവർ 1 വരുന്ന ഏതാണോ ആ ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾസ് ആണിത്. അതായത് നമുക്കിവിടെ 2 വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് എക്സും മറ്റത് വൈ എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്. 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പേഴ്സും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 ആണ് വന്നത്. അതായത് ലെറ്റ് ഫസ്റ്റ് നമ്പർ ബി എക്സ് ആൻഡ് സെക്കൻഡ് നമ്പർ ബി വൈ. അതിൻ്റെ സമ്മ് 7 ആണ് തന്നത്. നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദ ഡിഫറൻസസ്, ഇതേ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 1. ഇങ്ങനെയാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് എഴുതുന്നതാണ് നമ്മൾ എന്താ പറയുക ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് വേരിയബിൾ എക്സ്, സെക്കൻഡ് വേരിയബിൾ, അതേപോലെ ഫസ്റ്റ് വേരിയബിൾ സെക്കൻഡ് വേരിയബിൾ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൈമിൾട്ടേനിയസ് ഇക്വേഷനിൽ അറ്റ് എ ടൈം നമ്മൾ 2 ഇക്വേഷൻസ് ഉപയോഗിക്കും. ഓക്കെ, ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇതാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് പറഞ്ഞത്. എന്തുകൊണ്ടത് പറയുന്നത്? ബിക്കോസ് ദേ ആർ സോൾവ് അറ്റ് ദ സെയിം ടൈം. ഇത് ഒരേ സമയമാണ് സോൾവ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യേണ്ട മെത്തേഡ്സ് 3 എണ്ണമാണ് വരുന്നത്. അത് ഓരോന്നായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ കീ പോയിന്റ്സ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു 2 ഇക്വേഷൻ വിത്ത് സെയിം വേരിയബിൾസ് ആണ് വരുന്നത്. സൈമിൾ കൺസെപ്റ്റ് ഓഫ് 2 ഇക്വേഷൻസ്, ഇക്വേഷൻ 1, 2 ഞാൻ കാണിച്ചെന്നല്ലേ, അതേപോലെ 2 ഇക്വേഷൻസ് വരും. ദ സൊല്യൂഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ബോത്ത് ദ ഇക്വേഷൻസ് സൈമിൾട്ടേനിയസ്ലി. ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. 2 ഇക്വേഷനിൽ കൊടുക്കുമ്പോഴും നമുക്ക് ഈക്വൽസിന് ശേഷം എന്താണ് വന്നത് ആ ആൻസർ കിട്ടണം. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ സോൾവ് ചെയ്ത് വരുമ്പം നമുക്ക് 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അത് നമ്മൾ നോക്കും. ഓക്കെ, ഒരു സൊല്യൂഷൻ ഇപ്പം എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ചിലപ്പോൾ നമുക്ക് വാല്യൂസ് ഒന്നും കിട്ടില്ല. ഒരേ സമയം എക്സിനും വൈനും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്താൽ നമുക്ക് സെയിം ആൻസർ വരുന്നതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. അത് നമ്മൾ ഓരോന്ന് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. പിന്നെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ മൊത്തം ഉദ്ദേശം അല്ലേ? നമ്മൾ ആൾജിബ്ര അതിന് വേണ്ടിയിട്ടാണ് അറിയാത്ത വാല്യൂസ് കണ്ടുപിടിക്കുക. ആ അറിയാത്ത വാല്യൂസ് കണ്ടുപിടിക്കാൻ 3 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നിന് നമ്മൾ കോമൺ ആയിട്ട് ജനറലായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ്, തേർഡ് മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7ഉം അതേപോലെ 3x മൈനസ് 2y ഈക്വൽ 11, 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ 1, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ 2. അപ്പോൾ ഇതിന്ന് എനിക്ക് എക്സ് ഈക്വൽ ടു ആക്കണം ഈ ഇക്വേഷനെ. അപ്പോൾ 7 അവിടെ വെച്ചു. നമ്മൾ എന്ത് ചെയ്യും, ഈ പ്ലസ് വൈനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പം അതെന്തായി, മൈനസ് വൈ എന്നായി. അപ്പോൾ എനിക്ക് എക്സ് എങ്ങനെ എഴുതി കൂടെ, എക്സ് ഈക്വൽ ഇങ്ങനെ എഴുതി വെക്കാം അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെക്കൻഡ് ഇക്വേഷൻ ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യുക. 3x മൈനസ് 2y ഇസ് ഈക്വൽ ടു 11. അപ്പോൾ ഇവിടെ എഴുതി വെച്ച് ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ്, 7 മൈനസ് വൈ. ഇത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഈ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിന് നമ്മൾ ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും, എന്നിട്ട് ആ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കൊടുക്കരുത്. ഓക്കെ, നമ്മൾ ഏത് ഇക്വേഷനാണ് മാറ്റി എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ആക്കുന്നത് അതിലേക്ക് വീണ്ടും ഇതിനെ കൊടുക്കരുത്. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാത്ത ഇക്വേഷനിൽ മാത്രമേ നിങ്ങൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, 3 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്തും 7 മൈനസ് വൈ എന്ന് എഴുതി മൈനസ് 2y ഇസ് ഈക്വൽ ടു 11. ഇപ്പോൾ മനസ്സിലായാലും എന്തുണ്ട് അങ്ങനെ ചെയ്തതെന്നുള്ള എക്സിന് പകരം ഇതാണ് എഴുതേണ്ടത്. ഇനി 3 ഇൻറ്റു 7 21, 3 ഇൻറ്റു മൈനസ് വൈ മൈനസ് 3y മൈനസ് 2y ഇസ് ഈക്വൽ ടു 11. ഇനി മൈനസ് 3yയും മൈനസ് 2yയും, അപ്പം രണ്ടും മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ ഇടും. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 5y എന്നായി അല്ലേ? രണ്ടും നെഗറ്റീവാണ്, സെയിം ആയതുകൊണ്ട് നമ്മൾ കൂട്ടും, നെഗറ്റീവ് സൈൻ ഇടും, is equal to 11. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്പേഴ്സൊക്കെ ഒരേ സൈഡിൽ കൊണ്ടുവരണം. ഈ
അൺനോൺ വാല്യൂവിനെ പുറത്തേക്കും കൊണ്ടുവരാം. അപ്പം -5 പുറത്തേക്ക് വരുമ്പോൾ എന്താവും +5 ആയി, +11 അകത്തേക്ക് കയറുമ്പം -11 ആയി. അപ്പം 5y = 21 - 11. 5y = 21 11 പോയ 10 ആണ്. y = ഇവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള 5 റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി 2. ഇനി നമ്മൾ ഓൾറെഡി ഒരു എക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. എക്സ് ഈക്വൽ എന്താണ് 7 - 5. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് = 7 - yൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, വൈൻ്റെ വാല്യൂ 2 എന്ന് പുട്ട് ചെയ്യണം. അപ്പോൾ എക്സ് = 7 - 2 ഓർ എക്സ് = 5. അപ്പോൾ നമ്മളുടെ ആൻസർ കിട്ടി. എക്സിൻ്റെ വാല്യൂ 5 ആണ്, വൈൻ്റെ വാല്യൂ 2 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ 1 നോക്കാം. 5 + 2 7 കിട്ടുന്നുണ്ട് അല്ലേ, കറക്റ്റ് ആണെന്നുണ്ട്. ഇനി ഇതേ സംഭവം തന്നെ നമ്മളിവിടെ എടുത്ത എക്സ് = 7 - y എന്നല്ല എടുത്തത്. ഇനി ഇതേ സംഭവം എനിക്ക് y = ആക്കിയാൽ എന്താ ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. അപ്പം വീണ്ടും ഞാനിവിടെ എഴുതി എക്സ് + y = 7. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്കിതിനെ y = ആക്കണം. y = ആക്കുകയാണെങ്കിൽ 7 അവിടെ തന്നെ, ഈ +x നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതെന്താവും -x എന്നായി. ഇനി വൈൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3x - വൈൻ്റെ പകരം എന്ത് കൊടുക്കണം, 7 - x കൊടുക്കണം. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വൈൻ്റെ പകരം നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം 3x -2 × 7 -14 -2 × -x + 2x = 11. ഇപ്പോൾ 3x + 2x കൂട്ടിയാൽ നമുക്ക് 5x എന്ന് കിട്ടി. = ഇവിടെ 11 അവിടെ വെച്ചു. ഇനി -14 നമ്മൾ നമ്പേഴ്സൊക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, -14 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും +14 ആയി. 5x = 11 + 14 25. x = 25 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. അത് തന്നെയല്ല നമുക്ക് ഇവിടെയും കിട്ടിയത്, x = 5 എന്ന് തന്നെയാണ് കിട്ടിയത്. ഇനി എന്താ ചെയ്യുക, നമ്മൾ y = ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. y = 7 - x. ഇനി എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 7 - 5 = 2. വൈൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം, എക്സിൻ്റെ ടേംസിലേക്കും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റൻ എന്താ വെച്ചാൽ x + 7/5 - 2x - y/4 = 3y - 5 ആൻഡ് 4x - 3/6 + 5y - 7/2 = 18 - 5x. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമുക്കറിയാം അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കണം, സെയിം ആക്കണം അല്ലേ. പിന്നെ ഫ്രാക്ഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഫ്രാക്ഷൻ ആദ്യം നമുക്ക് മാറ്റണം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, രണ്ടിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അപ്പോൾ ഇതൊന്നും ഇവിടെ ഇറക്കി എഴുതാം. 5 - 2x - y/4 = 3y - 5. ഓക്കെ, അപ്പം ഇവിടെ 5ഉം 4ലും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് രണ്ട് ഇൻറ്റു ചെയ്തിട്ട് LCM എന്താക്കണം, 20 ആക്കണം. അപ്പോൾ ആദ്യം x + 7/5ൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം, 20 ആക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് ഡിനോമിനേറ്റർ 20 ആവുക. അപ്പോൾ ഡിനോമിനേറ്റർ ഏത് നമ്പർ കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്, സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ചെയ്യാം. അപ്പോൾ 4 × x 4x + 28 എന്നായി. ഓക്കെ, അപ്പം ഇത് കൺവേർട്ടഡ് ആയി. ഇതേപോലെ നമ്മൾ 2x - y/4ൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം, 20 ആക്കണം. അപ്പം 4 ഇവിടെ ഉണ്ട്, നമുക്കറിയാം 4 × 5 ആണ് 20. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണോ ചെയ്തത് സെയിം നമ്പർ കൊണ്ട് മുകളിലുകൊണ്ട് ഇൻറ്റു ചെയ്യുക, ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2x × 5 ചെയ്താൽ 10x എന്ന് കിട്ടും, -y × 5 ചെയ്താൽ 5y എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ രണ്ടിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. ഇനി രണ്ടും നമുക്കങ്ങോട്ട് ഒരുമിച്ച് എഴുതുമ്പം നമ്മൾ ഒരൊറ്റൊരു പ്രാവശ്യം എന്തിട്ടാൽ മതി, ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. 4x + 28 - 10x - 5y whole divided by 20 = 3y - 5. 3y - 5 എന്നായി. ഓക്കെ, അവിടെ ഒരു ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എന്തുകൊണ്ടാണ് ഞാനിത് ബ്രാക്കറ്റിൽ എഴുതിയതെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ -സൈൻ ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിൻ്റെ വാല്യൂസ്
അതായത് അതിൻ്റെ സൈൻ സിമ്പിൾ പ്ലസ്സോ മൈനസോ ഒക്കെ റിവേഴ്സ്ഡ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ബ്രാക്കറ്റിൽ ഇടേണ്ടത്. അപ്പോൾ ഇത് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പം 4x + 28, ഇവിടെ അകത്തുള്ള +10x ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് എന്താവും, അത് -10x ആവും. അതേപോലെ ഇവിടെയുള്ള -5y, ഈ മൈനസ് ഓഫ് മൈനസ് വരുമ്പം അത് +5y ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് പുറത്തും മൈനസ് അകത്താണെങ്കിൽ രണ്ട് സൈൻ മാറും. പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. ഈ കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഹോൾ ഡിവൈഡഡ് ബൈ 20 ഇസ് ഈക്വൽ ടു 3y - 5. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വെച്ചാൽ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഈ ഡിവൈഡഡ് ബൈ ഉള്ള 20 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകും, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ +4x ഉണ്ട്, -10x ഉണ്ട്. അതിന് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ -10x ഉം 4x വന്നാൽ -6x എന്ന് വരും അല്ലേ. പ്ലസ് ഞാൻ വേരിയബിൾസുള്ള ഒരുമിച്ച് എഴുതാം. +28 ഇസ് ഈക്വൽ ടു 20 × 3y - 5 എന്നാവും. ഓക്കെ, ഇനി -6x + 5y + 28 +28 ഇസ് ഈക്വൽ ടു 20 × 3y ചെയ്താൽ നമുക്ക് 60y എന്ന് കിട്ടും. അതേപോലെ 20 × -5 ചെയ്താൽ നമുക്ക് -100 എന്നാണ് വരുന്നത്. ഓക്കെ, -100 എന്ന് വരും. ഇനി നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരും നോക്കാം. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ +28 നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കാം, +65 അകത്തേക്ക് എടുക്കാം. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് -6x + 5y -60y ഇസ് ഈക്വൽ ടു -100 +28 അപ്പുറത്ത് പോകുമ്പോൾ -28 ആയി. അപ്പോൾ -6x + 5y -60y ആകുമ്പോൾ എന്താവും, അത് -55y എന്നാവും. ഇസ് ഈക്വൽ ടു -100 -128 ആണെങ്കിൽ -128 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഈ -6xനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകാം, -128നെ ഉള്ളിലേക്കും കൊണ്ടുവരാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, -6x പുറത്ത് പോകുമ്പോൾ +6x ആയി, -128 അകത്ത് വരുമ്പോൾ +128, ആ -55y അവിടെ തന്നെ എഴുതി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ x = 128 - 55y ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൊരു സാധനം ഇവിടെ കിട്ടി. അത് നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനെ ബോക്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സെക്കൻഡ് ഇക്വേഷനും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 6ഉം 2 ഉണ്ട്. 6ഉം 2 വരുമ്പോൾ നമ്മൾ LCM എടുക്കുക. രണ്ടിലും കോമൺ ഫാക്ടർ 2 ഉള്ളതുകൊണ്ട് 2 6ൽ 3 പ്രാവശ്യം, 2 2ൽ 1 പ്രാവശ്യം. അപ്പോൾ 2 × 3 6 ആണ് LCM വരേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഡിനോമിനേറ്റർ 6 ഉണ്ട്, അതങ്ങനെ തന്നെ നമ്മൾ എഴുതും. 4x - 3/6 അങ്ങനെ തന്നെ. ഇനി നമുക്ക് മാറ്റാനുള്ളത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ 5y - 7/2, ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, 6 ആവണം. അപ്പോൾ നമുക്കറിയാം ഇതിനെ 2 × 3 ചെയ്താൽ, അതേപോലെ ന്യൂമറേറ്റർ 3 × ചെയ്താൽ ഇത് മാറും എന്നുള്ളത് മനസ്സിലായി. 3 × 5y ചെയ്താൽ 15y, 3 × -7 ചെയ്താൽ -21 ആയി. അതിവിടെ എഴുതാം നമുക്ക്. പ്ലസ് 15y -21 ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 18 - 5x. ഇനി രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 4x - 3 + 15y -21 ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 18 - 5x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈഡഡ് ബൈ 6 നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് മാറ്റാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള -3ഉം -21 അല്ലേ, രണ്ടും കൂടെ കൂട്ടുക, ഇക്വേഷൻ നമുക്കൊന്ന് ചെറുതാക്കാം. അപ്പോൾ 4x + 15y -3ഉം -21 കൂടി കഴിഞ്ഞാൽ -24 എന്നായി. ഇസ് ഈക്വൽ ടു 6 × 18 - 5x. 6 × 18 ചെയ്താൽ നമുക്ക് 108 എന്ന് കിട്ടും. -5x × 6 ചെയ്താൽ -30x എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ ഒന്ന് ചെറുതായി അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പം നമ്മൾ ആ -30x എന്ത് ചെയ്യുക, ഈ ഇപ്പുറത്തുള്ള എക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇനി -24നെ
പുറത്തേക്കും നമ്പേഴ്സിനൊക്കെ ഒരേ ഭാഗത്ത് വേരിയബിൾസിനൊക്കെ ഒരേ ഭാഗത്ത് കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പം നമുക്കിവിടെ കിട്ടുക 4x പ്ലസ് 15y മൈനസ് 30x ഇപ്പുറത്ത് വരുമ്പം പ്ലസ് 30x ആയി ഇസ് ഈക്വൽ ടു 108 മൈനസ് 24 ഇപ്പുറത്ത് വരും പ്ലസ് 24 ആയി. ഇനി പ്ലസ് 4x 30x കൂട്ടിയാൽ 34x എന്നായി. അപ്പോൾ 34x പ്ലസ് 15y ഇസ് ഈക്വൽ ടു 108 പ്ലസ് 24 ചെയ്താൽ നമുക്ക് 132 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിന് പകരം ഇവിടെ എടുത്ത് വെച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 34 ഇൻറ്റു എക്സിന് പകരം 128 മൈനസ് 55y ഹോൾ ഡിവൈഡഡ് ബൈ 6 പ്ലസ് 15y is equal to 132. അപ്പോൾ 34 ഇൻറ്റു 128ഉം 34 ഇൻറ്റു മൈനസ് 55ഉം ചെയ്യണം. അപ്പോൾ 34 ഇൻറ്റു 130 അത് ഞാനിവിടെ ഇടാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 34 ഇൻറ്റു 128 34 ഇൻറ്റു 128ഉം ചെയ്യണം മൈനസ് 34 ഇൻറ്റു 55y ഹോൾ ഡിവൈഡഡ് ബൈ 6 പ്ലസ് 15y is equal to 132. അപ്പോൾ ഇവിടെ നമുക്ക് LCM എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ബൈ 1 ഇട്ടിട്ട് ഇവിടെയും 6 കൊണ്ട് ഇൻറ്റും ഇവിടെയും 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 34 ഇൻറ്റു 120 ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4352 എന്നാണ്. അപ്പോൾ 4352 മൈനസ് 34 ഇൻറ്റു 55 ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുക 1870y പ്ലസ് 15 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് 90 എന്ന് കിട്ടും. 90y ഹോൾ ഡിവൈഡഡ് ബൈ 6 നമ്മൾ രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആക്കി ഇസ് ഈക്വൽ ടു 132. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി ഈ 6 നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1870 അതിൻ്റെ വാല്യൂ എത്ര വരും നോക്കാം. 4352 മൈനസ് 1870y പ്ലസ് 90y ആണ് വരുന്നത്. അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക 1780y എന്നാണ്. 1780y is equal to 132 into 6. 6 2s are 12, 6 3s are 18 plus 1 19, 792 എന്ന് വന്നു. 792. ഈ 792നെ അകത്തും 1780y പുറത്തു കൊടുക്കാം. അപ്പോൾ 4352 മൈനസ് 792 എന്നാവും. 4352 മൈനസ് 792 0. ഇവിടെ 6 12 മൈനസ് 7 5 3560 എന്നാവും. അപ്പം 1780y is equal to 3560. y is equal to 3560 divided by 1780. 00 പോയാൽ 178ൻ്റെ ഇരട്ടിയാണ് 356. അപ്പം 178 goes in 356 2 times. അപ്പോൾ നമുക്ക് y-ൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ y-ൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്കിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 128 മൈനസ് 55 ഇൻറ്റു 2 ഹോൾ ഡിവൈഡഡ് ബൈ 6 is equal to 128 minus 55 into 2 is 110 ആ കിട്ടുക ഡിവൈഡഡ് ബൈ 6. 128 മൈനസ് 110 ചെയ്താൽ നമുക്ക് 80 എന്ന് കിട്ടും. 18 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 3. അപ്പോൾ നമ്മളുടെ എക്സ് ഇസ് ഈക്വൽ ടു 3യും വൈ ഇസ് ഈക്വൽ ടു 2 എന്നും കിട്ടി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത മെത്തേഡും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബാക്കിയുള്ള നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഓൾ ഓഫ് യു.